അപ്പോൾ ഇവരുടെ സ്തോത്രങ്ങളൊക്കെ ഗുരുവിനെ വല്ലാതെ കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴിൽ കുറച്ചധികം സിദ്ധന്മാർ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ പോലും ജ്ഞാനോദയം നേടിയിട്ട് സിദ്ധന്മാരായി മാറിയവരുണ്ട്. അപ്പോൾ അവരിൽ ഒരു പ്രധാനപ്പെട്ട സിദ്ധനുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല, അദ്ദേഹം അറിയപ്പെടുന്നത് പാമ്പാട്ടി ചിത്തർ എന്നാണ്. അപ്പം അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പാമ്പാട്ടി ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജ്ഞാനോദയം നേടി അദ്ദേഹം സിദ്ധനായി മാറിയതാണ്. പിന്നീട് ഈ പാമ്പിനെ വിളിക്കുന്ന രീതിയിൽ അദ്ദേഹവും ശിവഭക്തനാണ്. അപ്പം അദ്ദേഹം ഇതുപോലെ ശിവൻ്റെ പാടലുകൾ പാമ്പിനെ വിളിക്കുന്ന രീതിയിൽ ആടുപാമ്പേ 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 എന്ന് വിളിച്ചുകൊണ്ട് പാമ്പിനെ വിളിക്കുന്ന രീതിയിൽ ശിവൻ്റെ സത്യം എന്താണെന്ന്, പരമ്പൊരുളിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് വെളിവാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി തൃപ്പാദങ്ങളുടെ കുണ്ടലിനി പാട്ടിനുള്ളിൽ കാണാൻ സാധിക്കും. ചില സിദ്ധർ പാടലുകളിൽ ഇതുപോലെ ആടുമയിലെ ആടുമയിലെ എന്ന് വിളിക്കുന്നത്, മയിലിനെ വിളിച്ചുകൊണ്ട് ശിവസ്തോത്രങ്ങൾ ഉരുവിടുന്നത്, ശിവൻ്റെ മാഹാത്മ്യം നമുക്ക് പറഞ്ഞു തരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് കുണ്ടലിനി പാട്ട് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ശ്രീനാരായണ ഗുരു കൃതികളിൽ, ശൈവസ്തോത്രങ്ങളിൽ, ശിവസ്തോത്രങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. ഈ കൃതിയെ രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇതിൽ പറയപ്പെടുന്ന പാമ്പ് എന്നത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണെന്നും ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാനായിട്ടുള്ള മാർഗമാണ് തൃപാദങ്ങൾ ഇതിലൂടെ ഉപദേശിച്ചു തരുന്നതെന്നും, മൂലാധാരത്തിൽ 8 ചുറ്റൊടു മോക്ഷമാർഗമടച്ചുമേ വിന കുണ്ടലി കെട്ടറുത്തു കിളർന്നു മണ്ഡലവും പിളർന്നു ഭവത്പദം തുഷ്ടിയോടു പിടിപ്പതിനരുളുന്നതെന്നു ഭവാബ്ധിയിൽ പെട്ടുപോകരുതിന്നിയും ഭഗവാൻ ഷൺമുഖ പാഹിമാം. ഇങ്ങനെ ഷൺമുഖ സ്തോത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുവിൻ്റെ ഷൺമുഖ സ്തോത്രങ്ങളിൽ അധികവും, അതായത് സുബ്രഹ്മണ്യ കീർത്തനങ്ങളിൽ, സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിൽ അധികവും തൃപ്പാദങ്ങൾ അതിലൂടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് സാക്ഷാൽ പരമ്പൊരുളിലേക്ക് തന്നെ എത്തിച്ചു തരിക, അതായത് ഈ സംസാര ബന്ധത്തിൽ നിന്നൊക്കെ അകറ്റിയിട്ട് സാക്ഷാൽ പരമ്പൊരുളിലേക്ക് തന്നെ എത്തിച്ചു തരിക എന്നൊരു അപേക്ഷയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പരമ്പൊരുളിലേക്ക് എത്തിച്ചേരുന്നതെന്ന് തൃപ്പാദങ്ങൾ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 8 ചുറ്റോടു മോക്ഷമാർഗമടച്ചു മേവിന കുണ്ടലിക്കെട്ടറുത്തു കിളർന്നു മണ്ഡലവും പിളർന്നു ഭവത്പദം തുഷ്ടിയോട് പിടിപ്പതിന് അരുളുന്നതെന്ന് ഭവാബ്ധിയിൽ പെട്ടുപോകരുതിന്നെയും ഭഗവാനെ ഷൺമുഖ പാഹിമാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂലാധാരത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയിട്ട് അതിൻ്റെ ഓരോ ചുറ്റുകളും അഴിച്ച് മനുഷ്യ ശരീരത്തിലെ ആധാരചക്രങ്ങളായ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രങ്ങളിലൂടെ, ആധാരചക്രങ്ങളിലൂടെ അതിനെ കടത്തിവിട്ട് മൂർധാവിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാര പത്മത്തിലേക്ക് എത്തിച്ച് ആ സഹസ്രാര പത്മവും പിളർന്ന് കഴിയുമ്പോഴാണ് ഒരുവന് ഭഗവത് സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഈശ്വര സാക്ഷാത്കാരം നേടുവാനായിട്ട് കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന മാർഗമാണ് ഈ കൃതിയിൽ ഉള്ളത് എന്നൊരഭിപ്രായമുള്ളത് കൊണ്ടാണ് പിന്നീട് എപ്പോഴോ ഈ കൃതിക്ക് കുണ്ടലിനി പാട്ട് എന്ന പേരുണ്ടായിട്ടുള്ളത്. പ്രശസ്തരായ വ്യാഖ്യാതാക്കളൊക്കെയും ഈ കൃതിയെ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം, ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ നാണയത്തിൻ്റെ മറ്റൊരു വശം പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു സാധാരണ പ്രാർത്ഥനയാണ്. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദ കൂത്തുകണ്ട ആടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. അപ്പോൾ ശിവൻ്റെ മാഹാത്മ്യത്തെ ഇവിടെ സാധാരണക്കാർക്ക് രസിക്കുന്ന രീതിയിൽ, ഒരു പാമ്പിനെ വിളിക്കുന്ന രീതിയിൽ തൃപ്പാദങ്ങൾ ഈ പറഞ്ഞ തമിഴ് സിദ്ധന്മാരുടെ പാടലുകളുടെ രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നത് ആകാൻ കൂടി ഇതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന പാമ്പ് കുണ്ടലിനി ശക്തി തന്നെ ആകണം എന്നൊന്നുമില്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനാകാം. ഈ ജീവനാകുന്ന പാമ്പിനെ പ്രപഞ്ചമാകുന്ന മകുടി ഊതി
അങ്ങോട്ടും ഇങ്ങോട്ടും ആട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുന്നോട്ട് പോവുക എന്നല്ല, ആണോ? ആടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണോ? മുന്നോട്ട് പോവുക എന്നല്ല, മറിച്ച് മാറി മറിയുക, അങ്ങനെയല്ലേ? പാമ്പ് മകിടി ഊതുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അങ്ങനെയല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, ചിലപ്പോൾ നമ്മുടെ ജീവിതം സുഖത്തിലായിരിക്കും, ചിലപ്പോൾ ദുഃഖത്തിലായിരിക്കും അല്ലേ. അപ്പം ഈ പാമ്പിൻ്റെ ആടലിനെ ഈ സുഖദുഃഖ അനുഭവങ്ങളോട് ഉപമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ശരി എന്ന് തോന്നുന്നു. അങ്ങനെ പ്രപഞ്ചമാകുന്ന മകിടി ഊതി ഭഗവാനാകുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ആധാരശക്തിയായിട്ടിരിക്കുന്ന ഭഗവാൻ ശിവൻ സുഖദുഃഖ അനുഭവങ്ങളിലൂടെ ഭൂതഭാവി വർത്തമാനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഒരു ഒഴുക്കിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയായിട്ടും ഈ കൃതിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം അങ്ങനെ പ്രതീകാത്മകതയിൽ കൂടി അവതരിപ്പിക്കുന്ന സ്തോത്രങ്ങളെയൊക്കെ നമ്മൾ മിസ്റ്റിക് സ്തോത്രങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഭഗവാന്റെ ഈ ശിവസ്തോത്രം മിസ്റ്റിക് സ്തോത്രം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. മലയാള കവിതയിലെ തന്നെ ശുദ്ധ മിസ്റ്റിസം എന്നാണ് കുണ്ടലിനിപ്പാട്ട് എന്ന കൃതിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് കരുവ കൃഷ്ണനാശാൻ്റെ ഡയറിക്കുള്ളിലെ ഈ കൃതി ആദ്യമായിട്ട് കണ്ടെത്തിയപ്പോൾ അതിലെഴുതിയിരുന്നത് പാമ്പാട്ടി ചിന്ത് എന്നുകൂടിയാണ്. പിന്നീട് എപ്പോഴോ ആണിതിന് കുണ്ടലിനിപ്പാട്ട് എന്ന പേര് വന്നത്. അപ്പം ഈ പറഞ്ഞ കൃതികളിലൊക്കെയും എങ്ങനെ ഭഗവാനെ പ്രാപിക്കാം, ശിവനെ പ്രാപിക്കാം എന്നാണ് ഗുരു നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പോൾ ആരാണ് ഈ ശിവൻ? ശിവക്ഷേത്രത്തിൽ അരുമാനൂരിൽ ചെന്നാൽ അവിടെ നമുക്ക് ശിവനെ കാണാൻ സാധിക്കുക ശിവൻ്റെ രൂപത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ കിരാതമൂർത്തി ഭാവത്തിലാണ്. പാർവതി ദേവിയെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് കിരാതമൂർത്തി ഭാവത്തിൽ തന്നെയാണ്. അതിപ്പോൾ അത് കേരളത്തിലെ തന്നെ, ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അരുമാനൂർ ക്ഷേത്രം. എന്നാൽ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ, പൊതുവായിട്ട് നമ്മൾ ശിവക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിവലിംഗമാണ് അല്ലേ. യോനി പീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തെയാണ് കാണാൻ സാധിക്കുക. അപ്പം ഈ ലിംഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അടയാളം എന്നാണ്. അപ്പോൾ ഒരാളെ കണ്ടാൽ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് എന്തോ അതാണ് ലിംഗം എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാഷായവും അതോടൊപ്പം രുദ്രാക്ഷവും ജടയുമൊക്കെ കണ്ടാൽ നമുക്ക് ഒരാളെ തിരിച്ചറിയാൻ സാധിക്കും. അയാൾ ആരാണെന്ന് മനസ്സിലാവും, സന്യാസിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കാഷായവും ജടയും രുദ്രാക്ഷവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ലിംഗമാണ്. ആ സന്യാസി എന്ന വ്യക്തിയെ തിരിച്ചറിയാനായിട്ടുള്ള ലിംഗമാണ്, അടയാളമാണ്. ലോഹയിട്ട കുരിശുമാല ധരിച്ച് ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു ക്രിസ്തീയ വൈദികനാണെന്ന്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ലോഹയും അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന മാലയുമൊക്കെ, ജപമാലയും അദ്ദേഹത്തിൻ്റെ കയ്യിലേന്തിയിരിക്കുന്ന ജപമാലയും ഒക്കെ അദ്ദേഹത്തെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലിംഗമാണ്, അടയാളമാണ്. അതുപോലെ ശിവനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരടയാളം എന്ന നിലയ്ക്കാണ് ലിംഗാകൃതിയിൽ ശിവനെ ശിവക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പം ഈ പ്രപഞ്ചത്തിനാധാരമായി നിൽക്കുന്ന സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് ശിവൻ. അതിനെ ജ്യോതിർലിംഗം, ഇപ്പോൾ ശിവപുരാണമൊക്കെ പരിശോധിച്ചാൽ അതിനുള്ളിൽ ജ്യോതിസ്വരൂപനായി നിൽക്കുന്ന ആദിയും അന്തവുമില്ലാത്ത ഒരു രൂപമായിട്ട് ഈ പറയുന്ന എലിപ്സോയിഡൽ ഷേപ്പ് അഥവാ ഒരു അണ്ഡത്തിൻ്റെ ആകൃതിയിൽ നിൽക്കുന്ന ഒരടയാളമാണ് ഈ പരബ്രഹ്മത്തിൻ്റെ അഥവാ പ്രപഞ്ചത്തിനാധാരമായി നിൽക്കുന്ന പ്രപഞ്ചനാഥൻ്റെ രൂപം എന്നാണ് ഋഷിവര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.